കാലിപ്പർ ഉപയോഗിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ സൂക്ഷിച്ച് നോക്കി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. സോ അതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. 1.9 എന്ന് പറയുന്നതാണ്. ഇത്രയാണ് നമുക്ക് എക്സ്പെരിമെന്റ് വരുന്നത്. ഇതേപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും. വെൽക്കം ടു എയ്ഗൺ ഫിസിക്സ് പ്രാക്ടിക്കൽ സെഷൻ. മക്കളെ, നമ്മൾ ഇത് ചെയ്യാൻ വേണ്ടി പോകുന്നത് നമ്മുടെ +1 ഫിസിക്സിനകത്ത് ഉണ്ടായിരുന്ന ഒരു ഡിവൈസിനെ നമ്മൾ പരിചയപ്പെടാൻ വേണ്ടി പോവാണ്. ഈ ഡിവൈസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എക്സ്പെരിമെന്റ് ആണ് നമ്മൾ ആദ്യം തന്നെ ചെയ്യാൻ വേണ്ടി പോകുന്നത്. സോ നമ്മൾ ആദ്യം ചെയ്യുന്ന ഈ എക്സ്പെരിമെന്റ് എന്ന് പറയുന്നത് നമ്മുടെ വെർനിയർ കാലിപ്പർ എന്ന് പറയുന്ന എക്സ്പെരിമെന്റ് ആണ്. വെർനിയർ കാലിപ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മക്കൾ മനസ്സിലാക്കണം എന്തിനു വേണ്ടിയിട്ടാണ് ഈ വെർനിയർ കാലിപ്പർ എന്ന് പറയുന്ന ഈ ഡിവൈസ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇത് നമ്മൾ 10⁻⁻⁴ മീറ്റർ അത്രത്തോളം ചെറിയ ലെങ്ത് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ വെർനിയർ കാലിപ്പർ ഉപയോഗിക്കുന്നത്. സോ വെർനിയർ കാലിപ്പർ ഉപയോഗിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റണം 10⁻⁴ മീറ്ററോളം ചെറിയ ലെങ്ത് മെഷർ ചെയ്യാനാണ് ഈ ഡിവൈസ് വെർനിയർ കാലിപ്പർ എന്ന് പറയുന്ന ഡിവൈസ് നമ്മൾ ഉപയോഗിക്കുന്നതെന്ന്. സോ ഈ വെർനിയർ കാലിപ്പറിന്റെ ഈ ഒരു മെഷർമെന്റിലേക്ക് നമ്മൾ പോകുന്ന സമയത്ത് എന്താണ് നമ്മൾ ഇവിടെ മെഷർമെന്റിന് വേണ്ടിയിട്ട് എടുക്കുന്നത്. ഇവിടെ ഞാൻ എക്സാമ്പിൾ ആയിട്ട് എടുക്കുന്നത് ഈ ഒരു സ്ഫിയർ ആണ്. ഈ സ്ഫിയറിന്റെ റേഡിയസ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, ഈ വെർനിയർ കാലിപ്പർ ഉപയോഗിക്കുന്നത്. സോ റേഡിയസ് മെഷർ ചെയ്യലാണ് എന്റെ ഇവിടുത്തെ ആദ്യത്തെ പണി എന്ന് പറയുന്നത്. ഈ ഒരു സ്ഫിയറിന്റെ റേഡിയസ് മെഷർ ചെയ്യാം. സോ എങ്ങനെയാണ് ഈ സ്ഫിയറിന്റെ റേഡിയസ് നമ്മൾ വെർനിയർ കാലിപ്പർ ഉപയോഗിച്ച് മെഷർ ചെയ്യുക. അതിന് മുമ്പായിട്ട് നമ്മൾ മനസ്സിലാക്കണം എങ്ങനെയാണ് വെർനിയർ കാലിപ്പർ എന്ന് പറയുന്ന ഈ ഡിവൈസ് ഉപയോഗിച്ച് നമ്മൾ മെഷർമെന്റ് എടുക്കുക എന്ന് പറയുന്നത്. ഒരു വെർനിയർ കാലിപ്പർ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ വെർനിയർ കാലിപ്പറിന്റെ മുകളിൽ 2 സ്കെയിലുകൾ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഒന്നാമതായിട്ട് നമ്മൾ ഈ കാണുന്ന ഈ ഒരു സ്കെയിലിനെ നമുക്ക് എന്ത് പറയാം, ഈ ഒരു സ്കെയിൽ നമ്മുടെ സാധാരണ നമ്മൾ കാണുന്ന സ്കെയിൽ, ഈ സ്കെയിലിനെ നമുക്ക് വിളിക്കാം നമ്മുടെ മെയിൻ സ്കെയിൽ എന്ന് നമുക്ക് വിളിക്കാം. സോ ഈ മെയിൻ സ്കെയിലിന്റെ മുകളിൽ നമ്മൾ ഡിവിഷൻസ് നോക്കുന്ന സമയത്ത് നമ്മുടെ സ്കെയിലിന്റെ സാധാരണ നമ്മൾ ക്ലാസ് റൂമിലൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന സ്കെയിലിന്റെ മുകളിലുള്ളത് പോലെ തന്നെ 1 2 3 4 എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് എന്ത് കാണാൻ വേണ്ടി പറ്റും, ഇവിടെ ഡിവിഷൻസ് കാണാൻ വേണ്ടി പറ്റും. സോ ഈ ഡിവിഷൻസ് നോക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, മെയിൻ സ്കെയിൽ എന്ന് വിളിക്കുക. സോ ഇതിന്റെ മുകളിലുള്ള ഈ ഒരു റീഡിങ്ങിനെ മെയിൻ സ്കെയിൽ റീഡിംഗ് അഥവാ MSR എന്ന് നമ്മൾ വിളിക്കും. ദെൻ ഇത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് മറ്റൊരു സ്കെയിൽ കാണാൻ വേണ്ടി പറ്റും. ഇവിടെ സൂക്ഷിച്ച് നോക്കി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റും ഇവിടെ ഈ ഒരു എലിപ്സിന്റെ അകത്ത് അല്ലെ, ഈ ഒരു ഷേപ്പ് എലിപ്സിന്റെ അകത്ത് നമുക്ക് എന്ത് കാണാൻ വേണ്ടി പറ്റും, എലിപ്സിനകത്ത് ഒരുപാട് ചെറിയ ചെറിയ കുഞ്ഞു വരകൾ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. എത്ര ലൈൻസ് ഇവിടെ ഉണ്ട്, ഇവിടെ നമ്മൾ നോക്കി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റും ഇവിടെ 11 ലൈൻസ് ഉണ്ട് അല്ലെ. ആദ്യത്തത് 1 2 3 4 5 6 7 8 9 10 11 അങ്ങനെ 11 ലൈൻസ് നമുക്ക് കാണാൻ പറ്റും. ഈ 11 ലൈൻസിലെ ആദ്യത്തെ ലൈനെ നമ്മൾ 0 എന്ന് വിളിക്കുകയാണെങ്കിൽ ടോട്ടൽ എത്ര ഡിവിഷൻസ് ഉണ്ട്, ആദ്യത്തെ ലൈൻ 0 ആണെങ്കിൽ ഇവിടെ 10 ഡിവിഷൻസ് ഉണ്ട് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. സോ ഈ 10 ഡിവിഷൻസ് എന്ന് പറയുന്ന ഈ സ്കെയിലിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് VSR അഥവാ വെർനിയർ സ്കെയിൽ റീഡിംഗ്. സോ ഇവിടെ വെർനിയർ സ്കെയിൽ റീഡിംഗ് എന്ന് പറയുന്ന ആളുകളെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അതേപോലെ തന്നെ നമ്മുടെ മെയിൻ സ്കെയിൽ റീഡിംഗ് എന്ന് പറയുന്ന 2 സ്കെയിലുകൾ ഈ വെർനിയറിന്റെ മുകളിലുണ്ട്. നമ്മുടെ വെർനിയർ കാലിപ്പറിന്റെ മുകളിൽ 2 സ്കെയിലുകൾ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. സോ നമ്മൾ നമ്മുടെ എക്സ്പെരിമെന്റിലേക്ക് വരാണ്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്, നമ്മൾക്ക് ഈ ഒരു സ്ഫിയറിന്റെ റേഡിയസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ റേഡിയസ് കണ്ടുപിടിക്കാൻ വേണ്ടി ഞാൻ ആദ്യം തന്നെ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഈ ഒരു വെർനിയറിന്റെ ഉള്ളിൽ ഇതുപോലെ ഞാൻ ഈ സ്ഫിയറിനെ എന്ത് ചെയ്യുന്നു, ഈ സ്ഫിയറിനെ അറേഞ്ച് ചെയ്ത് വെക്കാണ്. സോ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചതിന് ശേഷം ഞാൻ എന്ത് നോക്കുന്നു, ഞാൻ നോക്കുന്ന സമയത്ത് ഈ വെർനിയർ സ്കെയിലിലെ 0, വെർനിയർ സ്കെയിൽ ഞാൻ നേരത്തെ പറഞ്ഞ വെർനിയർ സ്കെയിലിലെ 0 എന്ന് പറയുന്ന ഈ ഒരു നമ്പർ ഇതിനുള്ളിലുള്ള ഏത് പോയിന്റുമായിട്ടാണ് കറക്റ്റ് കോയിൻസൈഡ് ചെയ്യുന്നത്, 0ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് അതിനുള്ളിൽ നിൽക്കുന്നത് ആരാണ്, 0ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് നിൽക്കുന്നത് നമ്മുടെ 1.9 ആണ് നിൽക്കുന്നത്. ഓക്കെ, സോ 1.9 ആണ് ഇതിനകത്ത് കറക്റ്റ് ആയിട്ട് റീഡിംഗിൽ നമുക്ക് 0 കോയിൻസൈഡ് ചെയ്ത് നിൽക്കുന്നത്. സോ നമ്മൾ പറയും നമ്മുടെ ആദ്യത്തെ റീഡിംഗിനകത്ത് നമുക്ക് കിട്ടിയിട്ടുള്ളത് എന്താ, 1.9 ആണ് അവിടെ കിട്ടിയിട്ടുള്ളത്. സോ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, റീഡിംഗ് എടുക്കുന്നത്. സോ വെർനിയറിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ ചെയ്യേണ്ട ആദ്യത്തെ ഭാഗം എന്ന് പറയുന്നത് ഈ വെർനിയർ സ്കെയിലിന്റെ ചില കാൽക്കുലേഷൻസ്, അതായത് ഇതിന്റെ ലീസ്റ്റ് കൗണ്ട് കണ്ടുപിടിക്കുക എന്ന് പറയുന്ന ഒരു കാര്യമാണ്. സോ നമ്മൾ റീഡിംഗ് എടുക്കുന്നത് ഇങ്ങനെയാണെങ്കിൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, ഇതിന്റെ ലീസ്റ്റ് കൗണ്ട് കണ്ടുപിടിക്കണം. സോ ലീസ്റ്റ് കൗണ്ട് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പറയാണ് മാഗ്നിറ്റ്യൂഡ് ഓഫ് 1 മെയിൻ സ്കെയിൽ ഡിവിഷൻ. ഒരു മെയിൻ സ്കെയിൽ ഡിവിഷന്റെ മാഗ്നിറ്റ്യൂഡ് എത്രയാണ്, നമുക്കറിയാം 1 മില്ലിമീറ്റർ ആണ് അല്ലെ. ഇവിടെ നമ്മൾ ഒരു മെയിൻ സ്കെയിൽ ഡിവിഷൻ അതായത് ആദ്യത്തെ ലൈൻ കഴിഞ്ഞ് രണ്ടാമത്തെ ലൈനിലേക്കുള്ള ദൂരം എത്രയാണ്, ഇവിടെ നമുക്കറിയാം അത് 1 മില്ലിമീറ്റർ ആണ്. സോ നമ്മൾ പറയും 1 മില്ലിമീറ്റർ ആണ് ഒരു മാഗ്നിറ്റ്യൂഡ് ഓഫ് 1 മെയിൻ സ്കെയിൽ ഡിവിഷൻ എന്ന് പറയുന്നത്. രണ്ടാമതായിട്ട് നമ്പർ ഓഫ് ഡിവിഷൻസ് ഓൺ ദ വെർനിയർ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എത്ര ഡിവിഷൻസ് ഉണ്ട്, 11 ലൈൻസ് ഉണ്ടെങ്കിലും ഇവിടെ നമ്മൾ പറയും 10 ഡിവിഷൻസ് ആണുള്ളത്. സോ 10 ഡിവിഷൻസ് നമ്മൾ എഴുതി കൊടുക്കുന്നു. ദെൻ നമ്മൾ പറയാണ് ലീസ്റ്റ് കൗണ്ട് കണ്ടുപിടിക്കാൻ എന്താ
ചെയ്യേണ്ടത്? ലീസ്റ്റ് കൗണ്ട് കണ്ടുപിടിക്കാൻ 1 മെയിൻ സ്കെയിൽ ഡിവിഷൻ ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഡിവിഷൻസ് ഓൺ വെർനിയർ സ്കെയിൽ. സോ 1 ഡിവൈഡഡ് ബൈ 10. 1 ഡിവൈഡഡ് ബൈ 10 എന്ന് പറഞ്ഞാൽ 0.1 മില്ലിമീറ്റർ നമുക്ക് വാല്യൂ കിട്ടും. മില്ലിമീറ്ററിനെ നമ്മൾ എന്തിലേക്ക് കൺവേർട്ട് ചെയ്യാം? നമ്മൾ സെന്റിമീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യാം. സോ 0.1 മില്ലിമീറ്റർ എന്ന് പറയുന്നത് നമുക്ക് എഴുതാം 0.01 സെന്റിമീറ്റർ നമുക്ക് എഴുതാൻ വേണ്ടി പറ്റും. സോ ഇങ്ങനെ നമ്മൾ എന്ത് കണ്ടുപിടിച്ചിട്ടുണ്ട്? ലീസ്റ്റ് കൗണ്ട് കണ്ടുപിടിച്ചിട്ടുണ്ട്. സോ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന നമ്മുടെ സ്ഫിയറിന്റെ ഈ ഒരു റേഡിയസ് കണ്ടുപിടിക്കാൻ വേണ്ടി ആദ്യം തന്നെ നമ്മൾ എടുക്കുന്നത് എന്താ? സ്ഫിയറിന്റെ മുകളിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? സ്ഫിയറിന്റെ മുകളിൽ നമ്മൾ ഇതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ അറേഞ്ച് ചെയ്ത് വെച്ചു. 0 കോയിൻസൈഡ് ചെയ്യുന്നത് എത്രയിലാണ്? 0 കോയിൻസൈഡ് ചെയ്യുന്നത് 1.9ലാണ്. സോ 1.9ൽ നമ്മൾ എന്ത് വെക്കുന്നു? 1.9 ആണ് നമ്മളുടെ MSR. സോ ഫസ്റ്റ് ട്രയലിൽ നമുക്ക് കിട്ടിയത് 1.9 എന്ന് പറയുന്നതാണ്. രണ്ടാമത്തെ കോളം നമ്മൾ നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും VSR നെ കുറിച്ചാണ് പറയുന്നത് അല്ലെ. VSR എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നോക്കിയാൽ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. VSR എങ്ങനെയാണ് നമ്മൾ VSR കണ്ടുപിടിക്കുക? എടാ സിമ്പിൾ ആണ്. ഇവിടെ ഇതിനകത്ത് നമുക്ക് ഒരു സ്കെയിൽ, അതായത് വെർനിയർ സ്കെയിൽ കാണാൻ വേണ്ടി പറ്റും. ഈ വെർനിയർ സ്കെയിലിൽ 0 കഴിഞ്ഞാൽ 1 2 3 4 5 6 7 8 ഇങ്ങനെ നമുക്ക് നമ്പേഴ്സ് കാണാൻ പറ്റില്ലേ? ഇതിൽ ഏത് നമ്പർ, ഏത് ലൈനാണ് ഉള്ളിലുള്ള സ്കെയിലുമായിട്ട്, ഉള്ളിലുള്ള മെയിൻ സ്കെയിലുമായിട്ട് കറക്റ്റ് കോയിൻസൈഡ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. കറക്റ്റ് കോയിൻസൈഡ് ചെയ്ത് ഇവിടെ നിൽക്കുന്നത് ആരാണ്? കറക്റ്റ് കോയിൻസൈഡ് ചെയ്യുന്നത് 2. നമുക്ക് ഇവിടെ നോക്കി കഴിഞ്ഞാൽ 2 എന്ന് പറയുന്ന ഈ ലൈൻ 1 കഴിഞ്ഞ് 2 കറക്റ്റ് കോയിൻസൈഡ് ചെയ്യുന്നുണ്ട്. സോ നമ്മൾ എന്ത് പറയും? 2 ആണ് ഇതിന്റെ വെർനിയർ സ്കെയിൽ ഡിവിഷൻ എന്ന് പറയുന്നത്. സോ ഞാൻ എന്ത് കൊടുക്കുന്നു? 2 എന്നിവിടെ വാല്യൂ കൊടുക്കാണ്. VSRന്റെ വാല്യൂ എന്താണ്? 2 എന്ന് കൊടുക്കും. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു? VSR ഇൻറ്റു LC. LC എന്ന് പറഞ്ഞാൽ ലീസ്റ്റ് കൗണ്ട് ആണ്. സോ VSR 2 ആണ് ഇൻറ്റു LC 0.01 ആണ്. ഓക്കെ ആണല്ലോ? അങ്ങനെയാണെങ്കിൽ നമ്മുടെ ടോട്ടൽ റീഡിംഗ് എന്ന് പറയുന്നത് എന്താണ്? MSR പ്ലസ്, അതായത് 1.9 പ്ലസ് 2 ഇൻറ്റു 0.01. ഓക്കെ, സോ 1.9 പ്ലസ് 2 ഇൻറ്റു 0.01 എന്ന് പറയുന്നത് നമുക്ക് എന്ത് പറയാം? 1.92 എന്ന് നമ്മൾക്ക് വാല്യൂ കിട്ടും. എത്രയാണ് നമ്മുടെ വാല്യൂ? 1.92 എന്ന് നമുക്ക് വാല്യൂ കിട്ടി. ദെൻ ഈ കിട്ടിയ വാല്യൂ നമ്മൾ ഫസ്റ്റ് റീഡിംഗ് ആയിട്ട് എടുത്തിട്ട് രണ്ടാമതായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? വീണ്ടും ഈ എക്സ്പെരിമെന്റ് റിപ്പീറ്റ് ചെയ്യാണ്. വീണ്ടും എക്സ്പെരിമെന്റ് റിപ്പീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് സെയിം സ്ഫിയർ തന്നെയല്ലേ നമ്മൾ എടുക്കുന്നത്? ഞാനൊന്ന് ചരിച്ചു വെച്ചു. ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്? കുറച്ചുകൂടെ ഒന്ന് നേരത്തെ വെച്ച പോയിന്റ് ഒന്ന് മാറ്റിയിട്ട് സ്ഫിയർ ഒന്ന് തിരിച്ചൊക്കെ നോക്കിയിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു? വീണ്ടും റീഡിംഗ് എടുക്കാണ്. വീണ്ടും റീഡിംഗ് എടുക്കുന്ന സമയത്ത് എന്റെ വാല്യൂ എന്ന് പറയുന്നത് എക്സാക്ട് എത്ര തന്നെയാണ് വന്ന് നിൽക്കുന്നത്? മെയിൻ സ്കെയിൽ ഡിവിഷൻ എന്ന് പറയുന്നത്, മെയിൻ സ്കെയിൽ റീഡിംഗ് എന്ന് പറയുന്നത് 1.9 തന്നെയാണ് എനിക്ക് കിട്ടുന്നത്. ഉള്ളിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 1.9ലാണ് നിൽക്കുന്നത്. സോ ഞാൻ വീണ്ടും എന്ത് എഴുതുന്നു? 1.9 എന്ന് എഴുതുന്നു. ഇവിടെ ഞാൻ കറക്റ്റ് 0 ആണോ കോയിൻസൈഡ് എന്ന് നോക്കി നോക്കാം. കറക്റ്റ് ഈ ഒരു ഭാഗത്ത് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. വെർനിയർ സ്കെയിൽ ഡിവിഷൻ എന്ന് പറയുന്നത് 0 കഴിഞ്ഞിട്ട് ഉള്ളിലുള്ള സ്കെയിലിൽ ആരാണ് കൂടുതലായിട്ട് കോയിൻസൈഡ് നിൽക്കുന്നത്? കറക്റ്റ് ആയിട്ട് കോയിൻസൈഡ് ചെയ്യുന്നത് 1 നമ്മൾക്ക് കറക്റ്റ് ആയിട്ട് കോയിൻസൈഡ് നിൽക്കുന്നത് കാണാൻ വേണ്ടി പറ്റും. സോ 1 ആണ് നമ്മൾ ഇവിടെ രണ്ടാമത്തെ റീഡിംഗിൽ എന്ത് എടുക്കുന്നത്? VSR ആയിട്ട് എടുക്കുന്നത്. സോ നമ്മൾ എഴുതി കഴിഞ്ഞാൽ 1 ആണ് നമ്മുടെ VSR വാല്യൂ. സോ 1 ഇൻറ്റു VSR ഇൻറ്റു LC എന്ന് പറഞ്ഞാൽ 1 ഇൻറ്റു 0.01 ആണ്. സോ നമ്മൾ എഴുതുന്നു 1.9 പ്ലസ് 1 ഇൻറ്റു 0.01. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് എഴുതാൻ വേണ്ടി പറ്റി? 1.91 എന്ന് നമുക്ക് വാല്യൂ കിട്ടി. 1.91 നമുക്ക് വാല്യൂ കിട്ടി. വീണ്ടും ഞാൻ എന്ത് ചെയ്യണം? വീണ്ടും ഞാൻ ഒരു റീഡിംഗ് കൂടെ എടുക്കാം. സോ സിമ്പിൾ ആയിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു? ഇതേപോലെ തന്നെ ഒരു റീഡിംഗും കൂടെ ഞാൻ എടുക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ MSR തേർഡ് റീഡിംഗിൽ നമ്മുടെ MSR എന്ന് പറയുന്നത് നമ്മൾ എടുക്കുന്ന സമയത്ത് സെയിം റീഡിംഗ് തന്നെയാണ്. നമ്മുടെ ഫസ്റ്റ് റീഡിംഗ് തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. അതായത് 1.9 ആണ് നമ്മുടെ MSR റീഡിംഗ്. അതുപോലെ തന്നെ നമ്മുടെ VSR റീഡിംഗ് എന്ന് പറയുന്നത് 2 ആണ്. സോ നമ്മുടെ ഫസ്റ്റ് റീഡിംഗ് നമുക്ക് അതേപോലെ തന്നെ റിപ്പീറ്റ് ചെയ്ത് എഴുതാം. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ എന്ത് വാല്യൂ കിട്ടിയിട്ടുണ്ട്? നമുക്ക് ഇവിടെ 3 വാല്യൂ കിട്ടിയിട്ടുണ്ട്. സോ നമ്മൾ എന്ത് ചെയ്യുന്നു? മീൻ വാല്യൂ കണ്ടുപിടിക്കാൻ ഈ 3 വാല്യൂനെയും കൂടെ ആഡ് ചെയ്തിട്ട് നമ്മൾ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യുക? 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. സോ നമ്മൾക്ക് എന്ത് കിട്ടുന്നുണ്ട്? 1.92 എന്ന് നമുക്ക് വാല്യൂ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, 1.92 എന്ന് നമുക്ക് വാല്യൂ കിട്ടി. ഇതാണ് നമ്മുടെ മീൻ വാല്യൂ എന്ന് പറയുന്നത്. സോ നമ്മൾക്ക് ഇവിടെ മീൻ വാല്യൂ കിട്ടി. ഇനി നമ്മൾ എന്താ ഇതോട് ചെയ്യാൻ വേണ്ടി പോകുന്നത്? നമ്മൾ ഇവിടെ റേഡിയസ് കണ്ടുപിടിച്ചത് എന്തിനാണെന്ന് അറിയോ? ഈ സ്ഫിയറിന്റെ വോളിയം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. ഈ സ്ഫിയറിന്റെ വോളിയം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ റേഡിയസ് കണ്ടുപിടിച്ചത്. സോ വോളിയം ഓഫ് എ സ്ഫിയർ എന്ന് പറയുന്നത് എന്താണ്? നമ്മൾക്കറിയാം ഇവിടെ വോളിയം എന്ന് പറയുന്ന സാധനം നമ്മളിപ്പോ ഇവിടെ ഫസ്റ്റ് കണ്ടുപിടിച്ചിട്ടുള്ള ആളെന്ന് പറയുന്നത് റേഡിയസ് അല്ല, ഇവിടെ എന്താണ്? ഡയമീറ്റർ അല്ല. ഇതിന്റെ ടോട്ടൽ ഡയമീറ്റർ ആണ് ഫസ്റ്റ് കണ്ടുപിടിച്ചത്. സോ ഡയമീറ്ററിനെ നമ്മൾ എന്താക്കി മാറ്റണം? റേഡിയസ് ആക്കണം എന്നുണ്ടെങ്കിൽ ഡിവൈഡഡ് ബൈ 2. സോ R is equal to നമ്മൾ എന്ത് എഴുതുന്നു? R is equal to D by 2. അപ്പൊ നമുക്ക് ഇവിടെ കിട്ടിയ 1.9
2 എന്ന് പറയുന്നത് ഡിവൈഡഡ് ബൈ 2 നമ്മൾ ചെയ്തു കൊടുക്കുക. സോ നമുക്ക് എന്ത് വാല്യൂ കിട്ടും? നമുക്ക് ഇവിടെ സെന്റിമീറ്ററിൽ വാല്യൂ കിട്ടും. സോ ഈ സെന്റിമീറ്ററിൽ കിട്ടിയിട്ടുള്ള വാല്യൂ നമ്മൾ എന്തിലേക്ക് മാറ്റണം? മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യണം. ഓക്കെ ആണല്ലോ? സോ നമുക്ക് റേഡിയസ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്താ ചെയ്യേണ്ടത്? റേഡിയസ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ വോളിയം ഓഫ് എ സ്ഫിയർ എന്താണ് ഇക്വേഷൻ? 4/3 പൈ ആർ ക്യൂബ് എന്ന് പറയുന്നതാണ് നമ്മുടെ ഇക്വേഷൻ. സോ നമ്മൾ അതിലേക്ക് എന്ത് ചെയ്ത് കൊടുക്കുക? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. സോ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് ഇതിന്റെ ഫൈനൽ വാല്യൂ നമുക്ക് കിട്ടും. സോ നമുക്കൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. അപ്പൊ നമ്മൾ റീഡിംഗിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് കിട്ടിയിട്ടുള്ളത് എത്രയാണ്? നമ്മുടെ റേഡിയസ് എന്ന് പറയുന്നത് 0.96 ആണ്. 0.96 സെന്റിമീറ്റർ ആണ് നമുക്ക് റീഡിംഗ് കിട്ടിയിട്ടുള്ളത്. സോ അതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. 0.96 × 10⁻⁻² മീറ്റർ ആണ്. ദെൻ നമ്മൾ വോളിയം ഓഫ് സ്ഫിയർ എന്താ പറഞ്ഞത്? 4/3 പൈ ആർ ക്യൂബ് ആണ്. സോ നമുക്ക് എന്ത് വാല്യൂ ഉണ്ട്? 4/3 പൈ എന്ന് പറഞ്ഞാൽ 3.14 ഇൻറ്റു ആർ ക്യൂബ് ആണ്. സോ നമ്മൾ എന്ത് ചെയ്യുന്നു? 0.96 ഇൻറ്റു 10⁻⁻² ഹോൾ ക്യൂബ് എന്ന് നമ്മൾ കൊടുത്തു. സോ നമ്മുടെ വാല്യൂ എന്താണ് കിട്ടുന്നത്? നമ്മൾ ഈ വാല്യൂ കാൽക്കുലേറ്ററിൽ അടിച്ചു കൊടുക്കാം. ബ്രാക്കറ്റ് കൃത്യമായിട്ട് ഇട്ട് കൊടുക്കണം, അല്ലെങ്കിൽ വാല്യൂ നമുക്ക് കിട്ടൂല. സോ നമുക്ക് കിട്ടിയത് 3.704 ഇൻറ്റു 10⁻⁻6 മീറ്റർ ക്യൂബ് ആണ് നമുക്ക് വാല്യൂ കിട്ടിയിട്ടുള്ളത്. റെഡി? സോ ഇവിടെ നമ്മൾ എന്ത് കണ്ടുപിടിച്ചു കഴിഞ്ഞു? നമ്മുടെ വോളിയം ഓഫ് സ്ഫിയർ നമ്മൾ കണ്ടുപിടിച്ചു കഴിഞ്ഞു. വോളിയം ഓഫ് സ്ഫിയർ ആണ് നമ്മൾ എന്താക്കിയത്? നമ്മുടെ ഈ ഒരു എക്സ്പെരിമെന്റിൽ നമ്മൾ കണ്ടുപിടിച്ചിട്ടുള്ളത്. സോ മക്കളെ നിങ്ങൾ എന്ത് ചെയ്യുക? ഫൈനൽ ആയിട്ട് റിസൾട്ട് എന്ന് പറഞ്ഞ് നിങ്ങൾ എന്ത് ചെയ്ത് കൊടുക്കണം? വോളിയം ഓഫ് ഗിവൺ സ്ഫിയർ ഇസ് ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് കൃത്യമായിട്ട് യൂണിറ്റോട് കൂടി നിങ്ങൾ ഈ സ്ഫിയറിന്റെ ഈ ഒരു വോളിയം നിങ്ങൾ അവിടെ എക്സ്പ്രസ് ചെയ്ത് കൊടുക്കണം. ഇത്രയാണ് നമുക്ക് എക്സ്പെരിമെന്റ് വരുന്നത്. ഇതേപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? ഈ എക്സ്പെരിമെന്റിനെ പോലെ തന്നെ നമുക്ക് സിലിണ്ടറിന്റെ വോളിയം കണ്ടുപിടിക്കാനും നമുക്ക് ഈ എക്സ്പെരിമെന്റ് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. സിലിണ്ടറിന്റെ ലെങ്ത്തും അതുപോലെ തന്നെ സിലിണ്ടറിന്റെ റേഡിയസും കണ്ടുപിടിച്ചിട്ട് നമുക്ക് എന്ത് കാണാം? സിലിണ്ടറിന്റെ വോളിയം നമുക്ക് ഈ സെയിം പ്രൊസീജിയറിൽ നമുക്ക് എക്സ്പെരിമെന്റ് ആയിട്ട് കണ്ടുപിടിക്കാനും പറ്റും. സോ ഇത് ബേസിക് ആയിട്ട് മക്കൾ എന്താക്കണം? വെർനിയർ കാലിപ്പർ എന്ന് പറയുന്ന എക്സ്പെരിമെന്റിൽ മനസ്സിലാക്കി വെക്കണം. റെഡി ആണല്ലോ? ഓക്കെ.